എന്താണ് ഞാനിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഇടതുമുന്നണി നേതാക്കൾ വിശദീകരിക്കുക, ഗോവിന്ദമാഷ് തന്നെ ആയിരിക്കുമോ മാധ്യമങ്ങളെ കാണുക എന്നാണ് ഞാനിങ്ങനെ കാത്തിരിക്കുന്നത്. ക്യാപ്റ്റന് കാലണ്ടറി ചിലപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുമായിരിക്കും. അല്ല, ന്യൂനപക്ഷ ഏകീകരണം എന്ന് മാത്രം ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അതായത് CPIM വോട്ട് ചെയ്യുന്നവർ, അതായത് CPIM വോട്ട് ചെയ്യുന്നവർ അങ്ങനെ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കേവലം ന്യൂനപക്ഷ 4ാം റൗണ്ടിലും പിണറായി പിന്നിൽ. റൈറ്റ്, വലിയ വാർത്ത. 4ാം റൗണ്ടിലും പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ. ഞാൻ ഒരു കാര്യം പറയാം, ധർമ്മടത്ത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ധർമ്മടത്ത് പോയിരുന്നല്ലോ, പിണറായിയുടെ അഭിമുഖവും എടുത്തിരുന്നു. ധർമ്മടത്ത് ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് ഞാൻ കരുതി. കാരണം അവിടെ LDFും വലിയ കാര്യമായ പ്രചാരണ രംഗത്ത് കണ്ടില്ല, UDFിനെയും കണ്ടില്ല. അവിടെ ഒരു ഓളം എന്നുള്ളത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഓളം അവിടെ കാണാനേ ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പം ഞാൻ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്, എല്ലാവരും പോയി CPM വോട്ട് കുത്താനായിരിക്കും കാത്തിരിക്കുന്നത്, പിണറായി വിജയൻ വോട്ട് ചെയ്ത്, അതാണല്ലോ ചരിത്രം. LDFിന്റെ തുടർച്ചയായ വിജയമാണല്ലോ അവിടുത്തെ ചരിത്രം. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് കരുതി. പക്ഷേ ആ നിസ്സംഗത എന്നത് ഒരു നിസ്സംഗതയല്ല, ഉറച്ച തീരുമാനത്തിന്റെ ബാക്കിയായിരുന്നു എന്നാണോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു, കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 4ാം റൗണ്ടിലും പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയായ ധർമ്മടത്ത് പിന്നിലാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. രുചീഷ് കൂടി വരുന്നുണ്ട്. രുചീഷേ, എന്താണ് നിങ്ങളുടെ കോഴിക്കോടൊക്കെ സംഭവിക്കുന്നത്? ഹർഷൻ പറഞ്ഞതുപോലെയല്ല, തുടക്കത്തിലുള്ള ഇത് ഒരുപക്ഷെ ഈ തിരിച്ചടി പ്രതീക്ഷിച്ചതാണ് ആ മേഖലയിൽ നിന്ന്. അത് നമ്മൾ ധർമ്മടത്തിൽ നിന്ന് എണ്ണി തുടങ്ങുന്ന മേഖലയാണ്. ധർമ്മടത്ത് പോയി ഫ്ലൈറ്റിൽ പോയി വോട്ട് ചെയ്തിട്ട് വന്നയാളാണ്. അതെ, പിണറായിലേക്ക് എണ്ണി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ ഭൂരിപക്ഷത്തിലേക്കൊക്കെ മാറി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടുകളുടെ ലീഡ് നേടിയ പ്രദേശത്താണ് ചെമ്പിലോട് പഞ്ചായത്തിലാണ് 700 മേഖല കേന്ദ്രീകരിച്ചത്. ഇപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ചോദിക്കട്ടെ, ആ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ഒരു ഡെമോഗ്രഫി എങ്ങനെയാണ്? തീർച്ചയായും ഇടതുപക്ഷവും UDF ആയാലും ഒന്നിച്ച് മത്സരിക്കുന്ന തരത്തിൽ തന്നെയാണ് മത്സരം എല്ലാ ഘട്ടത്തിലും. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ തളിപ്പറമ്പിൽ നമ്മൾ ചില മണ്ഡലങ്ങളിൽ പറയുന്നത് പോലെയല്ല, ഈ എതിരാളികളില്ലാതെ ജയിക്കുന്ന ഒരു സ്ഥലങ്ങളല്ല. അവിടെയൊക്കെ മത്സരം നടക്കുകയും അവിടെ UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. പിണറായി പഞ്ചായത്തിൽ പോലും മുസ്ലിം ലീഗിന്. അതാണ് ഞാൻ ചോദിച്ചത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്, മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. CPM സ്വാഭാവികമായും ഉന്നയിക്കാൻ സാധ്യതയുള്ളത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം എന്നുള്ള ഒരു ആരോപണമായിരിക്കാം. അത് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണോ ഇതൊക്കെ? തീർച്ചയായും ആ സാധ്യത ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായ ഭൂരിപക്ഷമാണ് ഒരുപക്ഷെ നമ്മളെ മാറ്റി ചിന്തിക്കുന്നത്. കാരണം തുടക്കം മുതൽ വലിയ ലീഡിലേക്ക് പോയ സ്ഥലമാണ്. എന്തായാലും